ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സീരീസിൻ്റെ ഫൈനൽ പാർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ തുടങ്ങാം. വിച്ച് പ്ലേജറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ ഈസ് കറൻ്റ്ലി പ്രൊവൈഡഡ് ബൈ ദ ഇൻഫ്ലിബ്നെറ്റ് ഡ്രിൽബിറ്റ്. ആസ് ഓഫ് October 1, 2023 ഇൻഫ്ലിബ്നെറ്റിൻ്റെ ഷോർട്ട് ശുദ്ധി പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഡ്രിൽബിറ്റ് എക്സ്ട്രീം ആണ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നൽകുന്ന ഒഫീഷ്യൽ പ്ലേജറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ. മുൻപ് ഇൻഫ്ലിബ്നെറ്റ് ഓഫർ ചെയ്തിരുന്നത് ഒറിജിനൽ എന്ന സോഫ്റ്റ്വെയർ ആണ്. അത് ഫോർമർലി ഉർക്കുണ്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നെക്സ്റ്റ്, ദ കോൺസെപ്റ്റ് ഓഫ് ട്രങ്കേഷൻ ഈസ് അപ്ലൈഡ് ഇൻ സെർച്ച് ഫോർമുലേഷൻ. ട്രങ്കേഷൻ എന്നത് ഒരു വാക്കിൻ്റെ റൂട്ടിൻ്റെ അവസാനം വൈൽഡ് കാർഡ് സിമ്പിൾ ചേർത്ത് ആ വാക്കിൻ്റെ എല്ലാ വേരിയേഷൻസും ഒരുമിച്ച് സെർച്ച് ചെയ്യുന്ന സെർച്ച് ടെക്നിക്കാണ്. വൈൽഡ് കാർഡ് സിമ്പിൾ എന്ന് പറയുന്നത് ആസ്റ്ററിസ്ക് പോലെ. എക്സാമ്പിൾ, നമ്മൾ കമ്പ്യൂട്ട് ആസ്റ്ററിസ്ക് സിമ്പിൾ കൊടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടേഷൻ, കമ്പ്യൂട്ടിംഗ്, കമ്പ്യൂട്ടേഷണൽ തുടങ്ങിയ എല്ലാതും റിട്രീവ് ചെയ്ത് വരും. നമുക്ക് അപ്പോൾ ട്രങ്കേഷൻ എന്താണെന്ന് ഒന്നും കൂടെ നോക്കാം. ട്രങ്കേഷൻ എന്നത് ഒരു വാക്കിൻ്റെ റൂട്ടിൻ്റെ അവസാനം വൈൽഡ് കാർഡ് സിമ്പിൾ ചേർത്ത് ആ വാക്കിനെ സെർച്ച് ചെയ്യുമ്പോൾ ആ വാക്കിൻ്റെ എല്ലാ വേരിയേഷൻസും ഒരുമിച്ച് സെർച്ച് ചെയ്ത് വരുന്ന ടെക്നിക്കിനെയാണ് ട്രങ്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഡാറ്റാബേസസ്, ലൈബ്രറി, കാറ്റലോഗ്സ്, സെർച്ച് എൻജിൻസ് എന്നിവയിൽ കൂടുതൽ കോംപ്രിഹെൻസീവ് സെർച്ച് റിസൾട്ട്സ് ലഭിക്കാനാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, വെബ് 2.0 ടേം വാസ് കോയിൻഡ് ബൈ ഡാർസി ഡിനൂച്ചി. വെബ് 2.0 എന്ന ടേം 1999 ഡാർസി ഡിനൂച്ചിയാണ് കോയിൻ ചെയ്തത്. വെബ് 2.0 എന്നത് യൂസേഴ്സിന് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനും കഴിയുന്ന സെക്കൻഡ് ജനറേഷൻ വേൾഡ് വൈഡ് വെബാണ്. വെബ് 1.0 യൂസേഴ്സിന് വായിക്കാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ, റീഡ് ഓൺലി ആയിരുന്നു. എന്നാൽ 2.0 യൂസേഴ്സിന് ഇൻ്ററാക്റ്റ് ചെയ്യാനും കഴിയും. നെക്സ്റ്റ്, ദ വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ ലൈബ്രറീസ് വാസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ ബൈ പ്ലാനിംഗ് കമ്മീഷൻ. ഇന്ത്യയിൽ വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ ലൈബ്രറീസ് രൂപീകരിച്ചത് പ്ലാനിംഗ് കമ്മീഷനാണ്. ഇതിൻ്റെ പർപ്പസ് ഇന്ത്യയിലെ ലൈബ്രറികളുടെ നിലവാരം വിലയിരുത്തുക, പിന്നെ ലൈബ്രറികളുടെ ഡെവലപ്മെൻറ്റ്, മോഡേണൈസേഷൻ, നെറ്റ്വർക്കിംഗ് എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പേർപ്പസ്. എക്സാമ്പിൾ, വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് പിന്നീട് ലൈബ്രറി പോളിസീസ്, ഫണ്ടിംഗ്, പിന്നെ ഇൻഫ്ലിബ്നെറ്റ് പോലെയുള്ള ലൈബ്രറി നെറ്റ്വർക്ക്സ് രൂപീകരിക്കുന്നതിനും സഹായിച്ചു. നെക്സ്റ്റ്, നാഷണൽ ലൈബ്രറി വീക്ക് ഈസ് സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ ഇൻ ദ മന്ത് ഓഫ് നവംബർ. ഇന്ത്യയിലെ നാഷണൽ ലൈബ്രറി വീക്ക് എല്ലാ വർഷവും November 14 മുതൽ 20 വരെയാണ് ആചരിക്കുന്നത്. ഇതിൻ്റെ പർപ്പസ് വായനാശീലം വളർത്തുക, റീഡിംഗ് ഹാബിറ്റ് പ്രോത്സാഹിപ്പിക്കുക, ലൈബ്രറികളുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, ലൈബ്രറി റിസോഴ്സസിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കുക, അതായത് എൻകറേജ് ദ യൂസ് ഓഫ് ലൈബ്രറി റിസോഴ്സസ്. ഈ നാഷണൽ ലൈബ്രറി വീക്കിൽ ബുക്ക് എക്സിബിഷൻസ്, റീഡിംഗ് ക്യാമ്പയിൻസ്, സെമിനാർസ്, അവയർനെസ് പ്രോഗ്രാംസ് തുടങ്ങിയ പരിപാടികളാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് 1968 ഇന്ത്യൻ ലൈബ്രറി അസോസിയേഷനാണ് ഇനീഷ്യേറ്റ് ചെയ്തത്. നെക്സ്റ്റ്, RDA സ്റ്റാൻഡ്സ് ഫോർ റിസോഴ്സ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ആക്സസ്. RDA എന്നത് ലൈബ്രറീസിലും ഇൻഫർമേഷൻ ഓർഗനൈസേഷൻസിലെയും കാറ്റലോഗിങ്ങിനും മെറ്റഡാറ്റ ക്രിയേഷനും ഉപയോഗിക്കുന്ന ഒരു കാറ്റലോഗിംഗ് സ്റ്റാൻഡേർഡാണ്. ഇത് പഴയ AACR2 പകരമായി ഡിജിറ്റൽ എൻവയോൺമെൻറ്റിന് സ്യൂട്ടബിൾ ആയ രീതിയിൽ ഡെവലപ്പ് ചെയ്തതാണ്. ഒരു ലൈബ്രറിയിൽ പുതിയ ബുക്ക്, ബുക്ക്, ജേർണൽ, DVD അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ റിസോഴ്സസ് വന്നാൽ അതിൻ്റെ ബിബ്ലിയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് എങ്ങനെ രേഖപ്പെടുത്തണം എന്നതിൻ്റെ ഗൈഡ് ലൈൻസ് RDA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AACR2 പ്രൈമറിലി പ്രിൻറ്റഡ് റിസോഴ്സസിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഒരു സ്റ്റാൻഡേർഡ് ആയിരുന്നു. പക്ഷേ ഇന്ന് ലൈബ്രറീസിൽ ബുക്സ്, ഓൺലൈൻ ജേർണൽസ്, വെബ്സൈറ്റ്സ്, ഡിജിറ്റൽ റിസോഴ്സസ്, മൾട്ടിമീഡിയ റിസോഴ്സസ് എന്നിവയുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു. ഈ ഡിജിറ്റൽ എൻവയോൺമെൻറ്റിന് കൂടുതൽ സ്യൂട്ടബിളായ ഒരു ഫ്ലെക്സിബിൾ സ്റ്റാൻഡേർഡ് ആവശ്യമായിരുന്നു. ആ ആവശ്യത്തിൻ്റെ റിസൾട്ടായിട്ടാണ് RDA ഡെവലപ്പ് ചെയ്തത്. പർപ്പസ് ഓഫ് RDAയുടെ പ്രധാന ലക്ഷ്യം റിസോഴ്സസിനെ കൃത്യമായി ഡിസ്ക്രൈബ് ചെയ്യുക എന്നതാണ്. അതുവഴി യൂസേഴ്സിന് ഓൺലൈൻ കാറ്റലോഗിൽ ആവശ്യമായ റിസോഴ്സസ് എളുപ്പത്തിൽ കണ്ടെത്താനും കഴിയും. അതോടൊപ്പം വേരിയസ് ലൈബ്രറി സിസ്റ്റംസ് തമ്മിൽ വിവരങ്ങൾ എളുപ്പത്തിൽ കൈമാറാൻ, അതായത് ഇൻ്റർഓപ്പറബിലിറ്റി ഉറപ്പാക്കാനും RDA സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, വർക്ക് ഓഫ് അൺനോൺ ഓതർഷിപ്പ് ഇസ് കോൾഡ് അനോണിമസ് വർക്ക്. അനോണിമസ് എന്നത് ഓതർ ആരാണ് എന്നറിയാത്ത വർക്ക്സിനെയാണ്. അതായത് ബുക്സിൻ്റെയോ മറ്റെന്തെങ്കിലും പബ്ലിക്കേഷൻ്റെയോ
ഓതറിൻ്റെ പേര് നൽകിയിട്ടില്ല എങ്കിൽ ഓർ ഓതർ അൺനോൺ ആണെങ്കിൽ ആ വർക്ക്സിനെ അനോണിമസ് വർക്ക് എന്നാണ് പറയുക. സ്യൂഡോണോമസ് വർക്ക് വെർ ഓതർ യൂസസ് എ ഫോൾസ് നെയിം. സ്യൂഡോണോമസ് വർക്കിൽ ഓതർ അൺനോൺ അല്ല, ഓതർ ആരാണ് എന്ന് അതിൽ ഉണ്ടായിരിക്കും, ബട്ട് യഥാർത്ഥ നെയിം ഉപയോഗിക്കാതെ ഒരു പെൻ നെയിം അല്ലെങ്കിൽ ഫോൾസ് നെയിം ഉപയോഗിച്ചാണ് വർക്ക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ഫിക്റ്റീഷ്യസ് വർക്ക് ഇതിൽ രണ്ടും നിന്നും വ്യത്യസ്തമാണ്. മറ്റ് രണ്ടും ഓതർ ബേസ്ഡ് ആയിട്ടാണ്, ബട്ട് ഇത് ആ വർക്ക് അല്ലെങ്കിൽ കണ്ടന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഫിക്റ്റീഷ്യസ് എന്നത് ഇമാജിനറി ഓർ ഫിക്ഷണൽ എന്ന അർത്ഥത്തിലാണ്. വർക്ക് ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓർ നോട്ട് ബേസ്ഡ് ഓൺ റിയൽ ഇവൻറ്റ്സ്. നെക്സ്റ്റ്, ഇൻ CCC ക്ലാസ് ഇൻഡെക്സ് എൻട്രീസ് ആർ പ്രിപ്പയർഡ് ഓൺലി ഫോർ സോർട്ട് ലിങ്ക്സ്. ലൈബ്രറി യൂസർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള സബ്ജക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലിങ്ക്സിന് മാത്രമാണ് ക്ലാസ് ഇൻഡെക്സ് എൻട്രീസ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനത്തെ ലിങ്ക്സിനെയാണ് സോർട്ട് ലിങ്ക്സ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാകണമെങ്കിൽ ആദ്യം നമുക്ക് ചെയിൻ ഇൻഡെക്സിങ് അല്ലെങ്കിൽ ചെയിൻ പ്രൊസീജിയറിനെ പറ്റി ഒരു ബേസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ചെയിൻ പ്രൊസീജിയർ എങ്ങനെയാണ് ഓരോ ലിങ്ക്സും ഡിറൈവ് ചെയ്യുന്നത്, അതിൽ നിന്ന് സോർട്ട് ലിങ്ക്സ്, അൺസോർട്ട് ലിങ്ക്സ്, ഫോൾസ് ലിങ്കൊക്കെ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയാണ്. ഈ ഭാഗം വേണ്ടാത്തവർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് സ്കിപ്പ് ചെയ്യാം. വീഡിയോയിൽ ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട്. ചെയിൻ ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്പറിൽ നിന്ന് തന്നെ സബ്ജക്റ്റ് ഹെഡിങ്സ് ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്രൊസീജിയറാണ്. ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ്. ചെയിൻ ഇൻഡെക്സിങ് കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് SR രംഗനാഥനാണ്. ചെയിൻ ഇൻഡെക്സിങ് ചെയ്യുമ്പോൾ ഒരു ക്ലാസ് നമ്പറിനെ റിവേഴ്സ് റെൻഡറിങ് ആണ് ചെയ്യുക. അതിലെ സ്പെസിഫിക് സബ്ജക്റ്റിൽ നിന്ന് തുടങ്ങി ജനറൽ സബ്ജക്റ്റിലേക്ക് പോകുന്ന രീതിയിൽ. തന്നിരിക്കുന്ന എക്സാമ്പിൾ പോലെ ഈ ക്ലാസ് നമ്പറിൽ തന്നെ ബുക്കിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലാസ് നമ്പർ പല ഭാഗങ്ങൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. ആ ഓരോ ഭാഗത്തിനെയും ലിങ്ക്സ് എന്നാണ് വിളിക്കുന്നത്. ബട്ട് എല്ലാ ലിങ്ക്സിനും നമ്മൾ ക്ലാസ് ഇൻഡെക്സ് എൻട്രി തയ്യാറാക്കില്ല. ലൈബ്രറി യൂസേഴ്സ് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള സബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലിങ്ക്സിന് മാത്രമാണ് ക്ലാസ് ഇൻഡെക്സ് എൻട്രി പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനത്തെ ലിങ്ക്സിനെയാണ് സോർട്ട് ലിങ്ക്സ് എന്ന് പറയുന്നത്. ആദ്യം ഇതിൻ്റെ ടൈറ്റിൽ നോക്കാം. ഡേവിഡ് കൂപ്പർഫീൽഡ് ബൈ ചാൾസ് ഡിക്കൻസ്. അതിൻ്റെ ക്ലാസ് നമ്പറാണ് O1113 M12D. ഇനി ഈ ക്ലാസ് നമ്പർ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. O ലിറ്ററേച്ചർ, 111 ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, 3 ഇംഗ്ലീഷ് ഫിക്ഷൻ, M12 1812 ഓതറിൻ്റെ ബോൺ ഇയർ. ഓതറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫാക്ടറാണ് M12. D ഡേവിഡ് കൂപ്പർഫീൽഡ്, ടൈറ്റിലിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റ്. ഇനി നമ്മൾ ഈ ക്ലാസ് നമ്പറിനെ എങ്ങനെയാണ് റിവേഴ്സ് റെൻഡറിങ് ചെയ്യണത്, എങ്ങനെയാണ് ഓരോ ലിങ്ക്സും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുത്ത് അത് സോർട്ട് ലിങ്ക് ആണോ അൺസോർട്ട് ലിങ്ക് ആണോ ഫോൾസ് ലിങ്ക് ആണോ എന്ന് നോക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇത് റിവേഴ്സ് റെൻഡറിങ് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് D ആണ്. D എന്ന് പറഞ്ഞാൽ ഈ ടൈറ്റിൽ ഡേവിഡ് കൂപ്പർഫീൽഡ് ആണ്. അത് യൂസേഴ്സ് സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള ലിങ്കാണ്. സോ അത് സോർട്ട് ലിങ്കാണ്. ഈ ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ബുക്ക് കിട്ടാൻ വേണ്ടി യൂസേഴ്സ് സെർച്ച് ചെയ്യുന്ന ടേം ആയിരിക്കും ഡേവിഡ് കൂപ്പർഫീൽഡ്. സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള ലിങ്ക്സിനെയാണ് നമ്മൾ സോർട്ട് ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡേവിഡ് കൂപ്പർഫീൽഡ് ഒരു സോർട്ട് ലിങ്കാണ്. നമ്മൾ അതിന് എൻട്രീസ് പ്രിപ്പയർ ചെയ്യും. കോമ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത്. സോ അത് ഫോൾസ് ലിങ്കാണ്. സോ നോ ക്ലാസ് ഇൻഡെക്സ് എൻട്രീസ് ആർ പ്രിപ്പയർഡ്. കണക്റ്റിംഗ് സിമ്പിളാണ് എൻഡിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് ഇൻഡെക്സ് എൻട്രീസ് പ്രിപ്പയർ ചെയ്യില്ല. നെക്സ്റ്റ് M12 ചാൾസ് ഡിക്കൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആണ് ഇത്. ഓതറിൻ്റെ ബോൺ ഇയർ 1812. സോ അതൊരു സോർട്ട് ലിങ്കാണ്. 1812 എന്നും യൂസേഴ്സ് സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു ലിങ്കാണ്. നെക്സ്റ്റ് 3 ഇംഗ്ലീഷ് ഫിക്ഷൻ. ഇതും സോർട്ട് ലിങ്കാണ്. സോ എൻട്രി പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് കോമ, കണക്റ്റിംഗ് സിമ്പിളാണ്. അത് ഫോൾസ് ലിങ്കാണ്. നെക്സ്റ്റ് 111 ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതൊരു സോർട്ട് ലിങ്കാണ്. അതിന് നമ്മൾ ഇൻഡെക്സ് എൻട്രീസ് പ്രിപ്പയർ ചെയ്യും. നെക്സ്റ്റ് വരുന്നത് 11 ട്യൂട്ടോണിക് ലിറ്ററേച്ചർ. അതൊരു അൺസോർട്ട് ലിങ്കാണ്. ഇത് ഒരു സബ്ജക്റ്റ് ആണെങ്കിലും സാധാരണ യൂസേഴ്സ് സെർച്ച് ചെയ്യാൻ സാധ്യത കുറവാണ്. ഈ ടൈറ്റിൽ കിട്ടാൻ സെർച്ച് ചെയ്യാൻ സാധ്യത കുറവുള്ള ടേമാണ് അത്. അതുകൊണ്ടാണ് ഇതിനെ ക്ലാസ് ഇൻഡെക്സ് എൻട്രീസ് പ്രിപ്പയർ ചെയ്യാത്തത്. നെക്സ്റ്റ് 1 ഇൻഡോ യൂറോപ്യൻ ലിറ്ററേച്ചർ. ഇതും അൺസോർട്ട് ലിങ്കാണ്. നെക്സ്റ്റ് വരുന്നത് O ലിറ്ററേച്ചർ. ഇതൊരു സോർട്ട് ലിങ്കാണ്. ലാസ്റ്റ് നമ്മൾ എത്തി നിൽക്കുന്നത് ജനറൽ ടോപ്പിക്കായ ലിറ്ററേച്ചറിലാണ്. ഇതിനെയാണ് സ്പെസിഫിക് ടു ജനറൽ എന്ന് പറയുന്നത്. ഇതിൽ ഫോൾസ് ലിങ്ക് എന്നത് ഒരു സബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാത്ത ഭാഗങ്ങളെയാണ്. എക്സാമ്പിൾ കണക്റ്റിംഗ് സിമ്പിൾസ് അല്ലെങ്കിൽ ടൈം ഐസൊലേറ്റ്സ് ഒക്കെ.
ഇവ യൂസേഴ്സ് സെർച്ച് ചെയ്യുന്ന സബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് ഫോൾസ് ലിങ്ക്സിന് ക്ലാസ് ഇൻഡെക്സ് എൻട്രീസ് നമ്മൾ തയ്യാറാക്കില്ല. ഇനി അൺസോർട്ട് ലിങ്ക് എന്നത് നോക്കാം. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, പക്ഷേ യൂസേഴ്സ് സാധാരണയായി സെർച്ച് ചെയ്യുന്ന ലിങ്ക്സ് അല്ല. എന്നാൽ ഒരു പ്രത്യേക ഡോക്യുമെൻറ്റിൽ ആ സബ്ജക്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ മാത്രം എൻട്രീസ് നൽകാം. നെക്സ്റ്റ്, EBSCO പബ്ലിഷസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാറ്റാബേസസ്? അക്കാഡമിക് സെർച്ച് പ്രീമിയർ. ലൈബ്രറിക്കും യൂണിവേഴ്സിറ്റിക്കും വേണ്ടിയുള്ള ഓൺലൈൻ സെർച്ച് ഡാറ്റാബേസസ്, ജേർണൽസ്, ബുക്സ്, മാഗസീൻസ് തുടങ്ങിയ ഇലക്ട്രോണിക് റിസോഴ്സസ് EBSCO പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. EBSCO is a major provider of online research databases and electronic resources. അക്കാഡമിക് സെർച്ച് പ്രീമിയർ എന്നത് EBSCO പബ്ലിഷ് ചെയ്യുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ഡാറ്റാബേസ് ആണ്. ഇതിൽ സയൻസ്, സോഷ്യൽ സയൻസ്, ആർട്സ്, കൊമേഴ്സ്, എഡ്യൂക്കേഷൻ, മെഡിസിൻ തുടങ്ങിയ വിവിധ വിഷയങ്ങളുള്ള സ്കോളർലി ജേർണൽസ്, മാഗസീൻസ്, പീരിയോഡിക്കൽസ് എന്നിവ ലഭ്യമാണ്. അതുകൊണ്ടാണ് സ്റ്റുഡൻസ്, റിസർച്ചേഴ്സ്, ടീച്ചേഴ്സ്, ലൈബ്രറിയൻസ് ഒക്കെ ഈ ഡാറ്റാബേസ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, നാഷണൽ വെർച്വൽ ലൈബ്രറി ഓഫ് ഇന്ത്യ ഇസ് ഫണ്ടഡ് ബൈ മിനിസ്ട്രി ഓഫ് കൾച്ചർ. നാഷണൽ വെർച്വൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എന്നത് ഇന്ത്യയുടെ കൾച്ചറൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഹെറിറ്റേജ് ഡിജിറ്റൽ രൂപത്തിൽ ഒരിടത്ത് ലഭ്യമാക്കുക എന്ന എയിമോട് ആരംഭിച്ച ഒരു നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി പ്രോജക്റ്റാണ്. ഇതിൽ മാനുസ്ക്രിപ്റ്റ്സ്, ബുക്സ്, ജേർണൽസ്, ഫോട്ടോഗ്രാഫ്സ്, മാപ്സ്, മൾട്ടിമീഡിയ റിസോഴ്സസ് തുടങ്ങി വേരിയസ് ഡിജിറ്റൽ റിസോഴ്സസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ സ്റ്റുഡൻസ്, റിസർച്ചേഴ്സ്, സ്കോളേഴ്സ്, ടീച്ചേഴ്സ്, പബ്ലിക് എന്നിവർക്ക് ഈ ഇൻഫർമേഷൻസ് ഓൺലൈനായി ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. നാഷണൽ വെർച്വൽ ലൈബ്രറി ഓഫ് ഇന്ത്യക്ക് ഫണ്ടിംഗ് നൽകുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചറാണ്. ഇത് നാഷണൽ മിഷൻ ഓൺ ലൈബ്രറീസ് NMLൻ്റെ ഭാഗമായുള്ള ഒരു പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റ് പ്രൈമറിലി IIT ബോംബെ ആണ് നടപ്പിലാക്കുന്നത്. CDAC പൂനെയും IGNOയും ഇതിൻ്റെ കൊളാബറേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രൊജക്റ്റിൻ്റെ മൊത്തത്തിലുള്ള നടത്തിപ്പിൻ്റെ ചുമതല IIT ബോംബെക്കാണ് നൽകിയിരിക്കുന്നത്. The Ministry of Culture provides the necessary funds and monitors the progress of the project. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സീരീസിൻ്റെ ഫൈനൽ പാർട്ടാണിത്. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.